എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലീഗ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് മൂന്നാമത്തെ ഒരു സീറ്റ് എന്നത്. നേരത്തെ നിയമസഭയിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഭരണത്തിലുള്ള സമയത്ത് അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞത് ഒരു സമ്മർദ്ദം ചെലുത്തുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇത് ചർച്ചയിൽ വരികയും അങ്ങനെ 2 സീറ്റും ഇനി ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റും എന്ന ഒരു ഇക്വേഷനിൽ ഏതാണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അതിനിടയിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ തമ്മിൽ ഒരു ചർച്ച നടത്തുകയും പരസ്പരം സംഭാഷണം നടത്തുകയും അതിൽ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനാവില്ല എന്ന ഒരു സൂചന കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനെ നമ്മൾ നേരത്തെ പൊളിറ്റിക്കൽ സുലൈമാനിയിൽ പറഞ്ഞതുപോലെ അതായത് അതൊരു ഇക്വേഷൻ തെറ്റും അല്ലെങ്കിൽ ഒരു സമവാക്യം തെറ്റും എന്നതായിരുന്നു അവർ അതിൽ പറഞ്ഞിരുന്നത്. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നും ഉള്ള രാജ്യസഭാ സീറ്റുകളിൽ LDF-ൻ്റെതായാലും UDF-ൻ്റെതായാലും അടക്കം വരുന്നത് എല്ലാം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനിയും ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ അംഗത്തിന് സീറ്റ് കൊടുക്കാനാകില്ല എന്നൊരു സൂചന കോൺഗ്രസ് നൽകി. അതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ധാരണയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ലീഗിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെയായാൽ ഇപ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാം എന്നതാണ്. അതോടൊപ്പം ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മതി ഇനി കോൺഗ്രസും ലീഗും അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാക്കന്മാരുമായുള്ള ചർച്ച അല്ലെങ്കിൽ UDF യോഗത്തിൽ ഇനി അത് കഴിഞ്ഞ് മതി പങ്കെടുക്കുന്നത്, അതുവരെ ബഹിഷ്കരിക്കണം എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് പോലും ലീഗ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അടിത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്നത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ അല്പസമയം മുൻപ് KC വേണുഗോപാൽ അടക്കം അക്കാര്യം പറഞ്ഞു. K മുരളീധരൻ പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, VD സതീശൻ പറയുന്നു, K സുധാകരൻ പറയുന്നു, എല്ലാവരും പറയുന്നു. പക്ഷേ ഇത് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് കൊടുക്കുന്നില്ല എന്നൊരു പരാതി കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ തന്നെ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെ ഇതിൻ്റെ എല്ലാം തന്നെ സൂചനയാണ്. പക്ഷേ മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എങ്കിൽ അത് കിട്ടണമല്ലോ എന്നതാണ് ലീഗിൻ്റെ ആവശ്യം. മാത്രമല്ല അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ ഉള്ള രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലുണ്ട്. കാരണം ലീഗിനെ LDF-ലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അവർ സദാ സന്നദ്ധരായിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പാലം അല്ല കോണി തന്നെ നിരത്തിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും ഒടുവിൽ ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലീഗിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന അവർ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം കോഴിക്കോടിന്റെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി വടകരയോ അല്ലെങ്കിൽ കണ്ണൂരോ ആണെന്ന് തോന്നുന്നു അല്ലേ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്? അവർ വടകര ആവശ്യപ്പെടുന്നുണ്ട്, കണ്ണൂർ കിട്ടിയാൽ കൊള്ളാം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ തട്ടി നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ചർച്ചകൾ പോകുന്നില്ല. കോൺഗ്രസ് ഇത് അർഹതയുണ്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികമായി ഒരു സീറ്റ് ലീഗിന് കൊടുക്കാൻ അവർക്ക് ഒരു കാരണവശാലും ഈ നിലയിൽ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അതും ഒടുവിൽ ഈ ചർച്ചയ്ക്കിടയിൽ അതും ഏതാണ്ട് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മികച്ച പാർട്ടിയാണ്, മികച്ച സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ്, വലിയ രീതിയിലുള്ള അംഗബലമുള്ള പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നോക്കൂ, കോൺഗ്രസ് ആണെങ്കിൽ അനുദിനം രാഷ്ട്രീയമായും സംഘടനാപരമായും എല്ലാം തന്നെ ദുർബലപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് ഒരു സീറ്റ് കൂടി അധികം വേണമെന്ന ആവശ്യം കുറെ കൂടി ശക്തമായ രീതിയിൽ ഉന്നയിക്കുന്നത്. ശരി, CK പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട് മൂന്നാം സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട്, അവകാശമുണ്ടെന്ന്. ഇന്നിപ്പോൾ KC വേണുഗോപാലും ഇത് തന്നെയാണ് പറഞ്ഞത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോവുകയുള്ളൂ, കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇത് തന്നെയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്, പക്ഷെ നിലവിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത്. CK, ഈ കോൺഗ്രസ് മാത്രമല്ല ഈ ലീഗിന്റെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൗതുകരമായ അല്ലെങ്കിൽ ലീഗിന് ആ സീറ്റിന് അർഹതയുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു കൂട്ടരു കൂടിയുണ്ട്. അത് ഇടത് നേതാക്കളാണ്. തീർച്ചയായും അതെ. കാരണം ഈ CPM-ന് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിനകത്ത് ചില താല്പര്യങ്ങളുണ്ട്. കാരണം കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാകുന്നോ അത്രത്തോളം അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടാൻ വേണ്ടി പോകുന്നത് LDF-നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനേക്കാളും കുറേ കൂടി നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ അത്രയും വലിയൊരു നഷ്ടം ഇനി ഉണ്ടായിക്കൂടാ എന്ന് ആവർത്തിച്ച് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മുന്നണിയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ലീഗിനെ എപ്പോൾ വേണമെങ്കിലും LDF-ലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ വാതിലുകളും അവർ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിന് കണക്കായ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്, രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കോൺഗ്രസ് കാണുന്നുമുണ്ട്. പക്ഷേ ലീഗിലെ ഒരു വിഭാഗം ആൾക്കാർക്ക്, നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു വിഭാഗത്തിന് ഒരു കാരണവശാലും LDF-ലേക്കുള്ള പ്രവേശനം വേണ്ട എന്ന് തീരുമാനിച്ചവരാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു വിഭാഗത്തിന് ഈ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. മാത്രമല്ല ലീഗിന്റെ വലിയ രീതിയിലുള്ള മതപരമായ മടങ്ങി വരാം.